അളിയോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് ആക്ച്വലി December 5 ആണ്. രാവിലെ ഇപ്പോൾ ഒരു 7:30 കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. ഞാൻ ഈ ഒരു സമയത്ത് വന്ന് വെൽക്കം നോട്ട് എടുക്കാൻ കാര്യം വേറെ ഒന്നുമല്ല. ഇന്ന് വളരെ 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 സ്പെഷ്യലായ, വളരെ എക്സൈറ്റഡ് ആയ ദിവസം എന്നെ സംബന്ധിച്ച്. ഇന്നെൻ്റെ അനിയൻ ഷാർജയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ദിവസമാണ്. സോ അതിൻ്റെ ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എസ്പെഷ്യലി ഞാൻ ഇത്ര എക്സൈറ്റ്മെൻറ്റ് കാണിക്കാൻ കാരണം വളരെ സർപ്രൈസായ ഒരു എൻട്രിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അവൻ നാട്ടിലേക്ക് വന്ന കാര്യം എനിക്കും എൻ്റെ കെട്ടിയവനും അല്ലാതെ വേറെ ആർക്കും അറിയില്ല. അപ്പച്ചനെയും അമ്മച്ചിനെയും ഒരു വമ്പൻ സർപ്രൈസ് കൊടുക്കുക എന്നതാണ് ഇന്നത്തെ ലക്ഷ്യം. അവർ ആർക്കും ഒന്നും അറിയില്ല. സോ നമ്മൾ അവനെ പോയി പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന്, ഇപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും ഇന്ന് വർക്കിംഗ് ഡേ ആണ്, രണ്ടുപേരും ജോലിക്ക് പോയിട്ടുണ്ടാവും. സോ തിരിച്ച് വരുമ്പോഴേ വിനുവിനെ കാണുള്ളൂ. അപ്പോൾ എന്തൊക്കെയോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. കാരണം ആദ്യം വന്നപ്പോൾ വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ഇന്ന ദിവസമാണ് വന്നത്. ഇന്ന് ഒന്നും അറിയില്ല. അയ്യോ, എനിക്ക് വയ്യോർത്തിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഭയങ്കര പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവനവിടുന്ന് 11:55 ഇവിടെ എത്തുമെന്നാണ് പറയണത്. സോ നമുക്ക് ഒരു രാവിലെ ഒരു 9 മണിക്ക് ശേഷമെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങണം. കാരണം നമ്മുടെ എറണാകുളത്തെ ബ്ലോക്കും എല്ലാം കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കും ഒരു സമയമാകും. പിന്നെ വലിയ ഹറിബറി ഇല്ലാണ്ട് പോകണമെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ ആ ഒരു ടെൻഷൻ കുറക്കുമല്ലോ എന്ന് ഓർക്കണേണ്. അപ്പോൾ ഒരു 9 മണി അല്ലെങ്കിൽ 9:30 ആകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ രാവിലെ ഇപ്പോൾ സമയം 7:30 കഴിഞ്ഞേ ഉള്ളൂ. എല്ലാവരും എണീറ്റ് വരുന്നേ ഉള്ളൂ. നേരം പരപരാ പുലർന്ന് വരുന്നേ ഉള്ളൂ. ബാക്കിൽ അവിടെ ബീച്ചുണ്ട്. കുറച്ച് ചേട്ടന്മാരൊക്കെ അവിടെ ഇരുന്ന് മീൻ പിടിക്കുന്നുണ്ട്. കണ്ടാ, എണീറ്റ് ഫ്രഷപ്പായി ഒരു കുപ്പി വെള്ളവും കൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതിന് നല്ല നേരിയൊരു കുളിർമയുണ്ട് പുറത്ത്. പക്ഷെ ഉള്ളിൽ നല്ല ടെൻഷനാണ്, നല്ല BP ഉണ്ട്. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഭയങ്കര ടെൻഷനായിട്ട് ഇരിക്കുന്നുണ്ടെന്ന്. അവനിപ്പോൾ അവിടെ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവൻ കയറാൻ പോണേണ്, ബോഡി പാസ്സൊക്കെ എടുത്ത് കയറണം എന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ കാണാം. എന്തെങ്കിലും ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരുങ്ങി പോവാൻ നിൽക്കണേണ്. അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പയ്യെ കാണാം. ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ കൂടിയായിരുന്നു. സോ രാവിലെ ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുത്ത് ബർത്ത്ഡേ വിഷും ചെയ്തിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചത്. ഇതാണ് ഇന്നത്തെ നമ്മുടെ വണ്ടി. നമ്മുടെ സ്വന്തം വണ്ടിയല്ല, ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. സ്വന്തമായിട്ടൊരു വണ്ടി വേണമെന്ന് കുറേ നാളത്തെ ആഗ്രഹം. എല്ലാം പയ്യെ നടക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര പുറപ്പെട്ടു. ഇപ്പോൾ സമയം ഒരു 9:45 കഴിഞ്ഞു. ഞങ്ങൾ വണ്ടി പുറപ്പെട്ട് വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവിംഗ് സീറ്റിൽ പപ്പയുണ്ട്, ഇവിടെ ആഞ്ചലീനയുണ്ട്. ഓൾ സെറ്റ്. ഞങ്ങൾ വണ്ടി പുറപ്പെട്ട് ഇനി നേരെ എയർപോർട്ടിലേക്ക്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ പയ്യെ വഴിയേ കാണാം. ആൻജി, നമ്മളെവിടെ പോണേണ്? ചാച്ചനെ കാണാൻ പോണേടാ. അവിടെ കള്ളി. ആക്ച്വലി ഒരു 1.25 വർഷമായി ബിനോയ് വന്ന് പോയിട്ട്. കൊച്ചിൻ്റെ 1 വയസ്സ് കഴിഞ്ഞപ്പോൾ ആള് പോയതാണ് ലീവിന് വന്നിട്ട്. ഇപ്പം അവൾക്ക് 2.25 വയസ്സായി. സോ 1.25 വർഷമായി അവൻ കണ്ടിട്ട്. അപ്പം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇല്ല ആഞ്ച, ചാച്ചനെ കാണണ്ടേ?
സമയമുണ്ട്. നമ്മളിപ്പോൾ 11 മണി കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. 11:55 ആള് എത്തുമെന്ന് പറഞ്ഞത്. കുറച്ച് നേരത്തെ ആയാലും കുഴപ്പമില്ല. എക്സൈറ്റ്മെന്റ് കൊണ്ട് തലക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലിരിക്കുകയാണ് ഞാൻ. ചാച്ചനെ കാണാൻ എന്നെക്കാളും എക്സൈറ്റഡ് ആയ ആള് കിടന്ന് ഉറക്കുപോയി. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എത്തും. ആക്ച്വലി ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ടെർമിനൽ 3യിലാണ് ആൾ വരുന്നത്. സമയം ഇപ്പം 11:35. 11:55 എത്തുമെന്നാണ് പറഞ്ഞത്. ഡിലേ ഉണ്ടാവും. ടെൻഷനായിട്ട് വയ്യ. എക്സൈറ്റ്മെൻറ്റ് കൂടുന്നുണ്ട്. തല കറങ്ങണ പോലെയൊക്കെ തോന്നുന്നുണ്ട് എനിക്ക്. അയ്യോ എനിക്ക് വയ്യ. ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ബാക്കി വിശേഷമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നല്ല നല്ല വെയിലുണ്ട്. തള്ള മുകളിലാണ് സൂര്യൻ. ആ കാണണ്ട ഷാർജ 11:52 കൺഫേംഡ്. അതാണ് നമ്മുടെ ആള് വന്ന ഫ്ലൈറ്റ്. സമയം 11:53 അറൈവ്ഡ് ആയിട്ടില്ല. വെയിറ്റിംഗ്. അയ്യോ ദേ 12:01 അറൈവ്ഡ് ആയിട്ടുണ്ട് ആള്. ഷാർജ. അമ്മ എക്സൈറ്റ്മെൻറ്റിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്നതാണ് ഞാൻ. എന്തായിരിക്കും റിയാക്ഷൻ എന്നറിയില്ല. അതിന് നല്ല റഷാണ് ഇവിടെ. നല്ല ചൂടും എന്തൊക്കെയോ പണി കിടപ്പുണ്ട്. അതിൻ്റെ ഒച്ചയും കേൾക്കുന്നുണ്ട്. ആഞ്ചലീനെ ഫുൾ എക്സൈറ്റഡ് അപ്പടെ കൂടെ. എൻ്റെ വോയിസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ ചെയ്യാട്ടാ. അറൈവ്ഡ് ആയിട്ട് കുറച്ച് നേരമായി. ആളെത്തിയിട്ടില്ല. ഇങ്ങനെ ഈ കാത്തിരിപ്പ് കുറച്ച് വിഷമമുള്ള കാര്യമാണ് കേട്ടോ. അയ്യോ എന്താണ്ടൊക്കെ പോലെ തോന്നണ്. ഭയങ്കര ഭാരം നെഞ്ചിന്. അവനൊന്ന് കണ്ടു കഴിഞ്ഞാൽ സമാധാനമാവുള്ളൂ. Alio.
അങ്ങനെ നമ്മുടെ അനിയൻ വന്നിരിക്കുകയാണ്. 12 മണിക്ക് വന്ന ഫ്ലൈറ്റ് അറൈവ്ഡ് ആയ ആള് 12:40 എത്തിയത്. ഇതേ നിൽക്കുന്ന ആള്. അയ്യോ, എൻ്റെ ഗതി ഇപ്പോഴും താഴെ വന്നിട്ടില്ല. ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര കൂളാണ്. ഇപ്പം കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുണ്ട്. നേരത്തെ ടെൻഷൻ മൊത്തം മാറി. നമ്മൾ പാർക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയൊക്കെ വഴിയെ കാണാം. അപ്പൊ ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബിനോയ് ഹായ് പറഞ്ഞേ. ഹായ് ആൻജി ഹായ്. അപ്പൊ ലെറ്റ് സ്റ്റാർട്ട്. ഈ ബാക്കിയൊക്കെ വഴിയെ, കാരണം പതിയെ ഇനി വീട്ടിലേക്ക് പോണതിന് മുന്നേ പുറത്തുനിന്ന് എവിടെയെങ്കിലും എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം, എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കണം സ്വസ്ഥമായിട്ട്. കാരണം സമയം ഇപ്പം തന്നെ 1 മണി ആവാറായി. നല്ല വിശപ്പുണ്ട്. രാവിലെ ഇങ്ങോട്ട് പോണതിൻ്റെ വായെടുത്തത്തിൽ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഒന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ പോയി എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് പ്ലാൻ ചെയ്യണം ഇനി വീട്ടിൽ പോയിട്ട് എങ്ങനെ സർപ്രൈസ് കൊടുക്കണം എന്ന്. എന്തൊക്കെയൊക്കെ പ്ലാൻ തലയിലുണ്ട്, എന്തൊക്കെ നടക്കുമെന്ന് അറിയില്ല. എല്ലാം വഴിയേ കാണാം. ബൈ. ആക്ച്വലി ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് കുറച്ച് പേരുമായി. നല്ല യാത്രാക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബിനോയി ആ റൂമിലും പപ്പയും മോളും ഈ റൂമിലും കിടന്നുറങ്ങണേണ്. 2 കുട്ടികളും നല്ല ഉറക്കമാണ്. ഇപ്പം സമയം 5 മണി ആവാൻ പോണ്. 5:30 ആവുമ്പോൾ അപ്പച്ചനും അമ്മച്ചി എത്തുമെന്നാണ് കരുതുന്നത്. അപ്പച്ചനും അമ്മച്ചി വന്നതിന് മുന്നേ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് പലയിടത്തുമായിട്ട് ക്യാമറ സെറ്റ് ചെയ്ത് അവരുടെ റിയാക്ഷൻസൊക്കെ എടുക്കണമെന്നാണ് നിൽക്കുന്നത്. എങ്ങനെയാവുമെന്നറിയില്ല. നല്ല ക്ഷീണം കൊണ്ട് 2 കൂട്ടരും കിടന്നുറങ്ങണേണ്. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ നൈസായിട്ട് അപ്പച്ചനെയും അമ്മച്ചനെയും വിളിച്ചായിരുന്നു. താക്കോല് വെക്കണ സ്ഥലത്ത് തന്നെ വെച്ചിട്ടില്ലേ, ഞാനും കൊച്ചും വീട്ടിലേക്ക് വരുന്നുണ്ട്, ഇന്ന് രാത്രി ഉണ്ടാവും എന്നൊക്കെ ഞാനൊരു സൂചന കൊടുത്തായിരുന്നു. കാരണം 2 പേരും ജോലിക്ക് പോയ സമയമാണ്. അപ്പോൾ താക്കോലിരിക്കണം എവിടെ നിന്ന് എനിക്കറിയാം. നമ്മൾ പെട്ടെന്ന് അവർക്കൊരു പ്രതീക്ഷയും കൊടുക്കാതെ താക്കോലും തുറന്ന് അകത്ത് കയറിയാൽ പെട്ടെന്ന് അവർ വരുമ്പോൾ വാതിൽ തുറന്ന് അതിൻ്റെ അകത്ത് ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നും. വെറുതെ അങ്ങനത്തെ ഒരു ഓവർ ടെൻഷൻ കൊടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ മുൻകൂട്ടി വിളിച്ച് പറഞ്ഞ് ഞാനും കൊച്ചും വരുന്നുണ്ട്. ഒരു ചെറിയ കള്ളമൊക്കെ പറഞ്ഞ് എൻ്റെ കെട്ടിയോൻ മീറ്റിങ്ങിന് പോകുന്നതാണ്. സോ ഞങ്ങളിവിടെ ആക്കിയിട്ട് പോയി, ഇന്ന് രാത്രിയുടെ സ്റ്റേ ഉണ്ടാവും എന്നൊക്കെ ഒരു സൂചന കൊടുത്തിട്ടാണ്. അപ്പോൾ താക്കോൽ വെക്കുന്ന സ്ഥലം നമുക്ക് അറിയാവുന്നതുകൊണ്ട് നൈസായിട്ട് നമ്മൾ അകത്തേക്ക് കയറി. അപ്പോൾ അതുകൊണ്ട് അപ്പച്ചനും അമ്മച്ചിയൊക്കെ വരുമ്പോൾ ഞാനും കൊച്ചും ഇവിടെ ഉണ്ടാവും, ഇന്ന് രാത്രിയുടെ സ്റ്റേ ഉണ്ടാവും എന്നും പറഞ്ഞിട്ടാണ് വന്നിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു സൂചന അവർക്ക് ഉണ്ടാവും. നമുക്ക് ഇവിടെ നിന്നാലും ബാൽക്കണിയിൽ വിഷ്വൽസ് കാണാൻ പറ്റും. അപ്പച്ചനും അമ്മച്ചിയും വരുമ്പോൾ ആ വഴി കൂട്ടാണ് അവർ വന്നത്. സോ ഞാൻ ഈ വാതിക്കൽ നിൽക്കണേണ്. വന്നു കഴിഞ്ഞാൽ ഉറങ്ങണവർക്ക് സിഗ്നൽ കൊടുക്കണമല്ലോ, അവിടെ തന്നെ നിൽക്കണേണ് ഞാൻ. സർപ്രൈസിങ് എലമെൻറ്റ്സ് എന്താവുമെന്ന് അറിയില്ല. എന്താ പറയുക, ഭയങ്കരമായിട്ട് എന്തായിരിക്കും, അമ്മച്ചി ഇനി തലകറങ്ങി ബോധം കെട്ടി വീഴുമെന്ന് പോലും അറിയില്ല. കാരണം അവരെ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ക്രിസ്മസിന് മുന്നേ ബിനോയ് വരും എന്നാണ് പറഞ്ഞു വെച്ചത്. ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാട്ടിലേക്ക് വരുന്നുണ്ട്, ക്രിസ്മസിന് മുന്നേ ഉണ്ടാവും എന്നാണ് പറഞ്ഞു വെച്ചത്. പക്ഷേ അത് എപ്പോഴാണ് എങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നോട് മാത്രമാണ് പറഞ്ഞത്. അത് എന്നെ സർപ്രൈസ് തരും, എന്നോടും പറയുന്നില്ലെന്നാണ് ആശാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ പിന്നെ എടാ ഒന്ന് പറ, അല്ലെങ്കിൽ നീ ടാക്സി വിളിച്ച് വരേണ്ടി വരും, ഇതാകുമ്പോൾ ഞങ്ങൾ വന്ന് പിക്ക് ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് ആളൊന്ന് പതപ്പിച്ചപ്പോഴാണ് ആൾ എന്നോട് പറഞ്ഞത്. എന്നിട്ടും ഞാൻ വീട്ടുകാറുമ്പോൾ ഭയങ്കര അഭിനയമായിരുന്നു. എനിക്കറിയില്ല അവൻ സർപ്രൈസ് തരുമെന്നാണ് പറഞ്ഞേക്കണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഭിനയിച്ച് തകർക്കണമായിരുന്നു. ഇന്നിപ്പോൾ എല്ലാം പൊളിഞ്ഞ് വീഴാൻ പോണെയാണ്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ.
വിക്സ് മതി. പോരി ഒക്കെ എടുക്കങ്ങള് എന്നേക്കാ വാ ഇങ്ങട് ഇങ്ങട് വാ. അങ്ങനെ ബിനോയുടെ ആഗ്രഹം പോലെ നല്ലൊരു സർപ്രൈസും കൊടുത്ത് അന്ന് രാത്രി തന്നെ ഞങ്ങളെല്ലാവരോടും യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ആക്ച്വലി നമ്മുടെ പ്ലാനിങ് എല്ലാം വളരെ സക്സസ്ഫുള്ളായിട്ട് ഡണ്ണായി. വളരെ ഭംഗിയായിട്ട് തന്നെ അപ്പച്ചനെയും അമ്മച്ചനെയും നമ്മൾ സർപ്രൈസ് കൊടുത്തു. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം, അവർ സർപ്രൈസിങ് ആക്കുക. അപ്പച്ചൻ കണ്ട മൊമെൻറ്റിൽ തന്നെ ഫ്രീസായിപ്പോയി. അമ്മച്ചി ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് അമ്മ ബിഹേവ് ചെയ്തു. എല്ലാം കൊണ്ടും വളരെ നല്ലൊരു ദിവസമായിരുന്നു. ഹാപ്പി ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളെല്ലാം കൺവേ ചെയ്യാൻ പറ്റി. വളരെ 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 ടെൻഷനിലായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും, അനിയൻ ആഗ്രഹിച്ച പോലെ അപ്പച്ചനെ അമ്മച്ചനെ സർപ്രൈസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഭയങ്കര ചിന്തയായിരുന്നു. അതിൻ്റെ കുറച്ച് ദിവസങ്ങളായിട്ട് അതിൻ്റെ ഒരു ഭാരം തലയിലുണ്ടായിരുന്നു നല്ല രീതിയിൽ. പക്ഷേ വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മളത് എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ ഇത്രയൊരു സംഭവം. ആഗ്രഹിച്ച പോലെ കാര്യങ്ങളെല്ലാം നടന്നു. അനിയൻ നാട്ടിലെത്തി. ഇനി വരും ദിവസങ്ങളിൽ ധാരാളം വിശേഷങ്ങളുണ്ട്, ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണിക്കാനുണ്ട്. സോ സ്റ്റേ ട്യൂൺ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക, നിർദ്ദേശങ്ങൾ അറിയിക്കുക. എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം നമ്മൾ അറിയിക്കുക. നമ്മൾ ഉറപ്പായിട്ട് ഇതെല്ലാം പരിഗണിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. പിന്നെ കാണും വരെ ബൈ.